നമുക്ക് പക്ഷേ ഇപ്പോൾ മുന്നിലുള്ളത് വളരെ വ്യക്തമായി IT ഉദ്യോഗസ്ഥർക്കെതിരെ റെയ്ഡ് നയിച്ച IT അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദിനെതിരെ റോയിയുടെ സഹോദരൻ ബാബു ഉന്നയിച്ച ആരോപണമാണ്. കഴിഞ്ഞ 3 ദിവസമായി റെയ്ഡ് നടക്കുകയായിരുന്നു. 3-ാം ദിവസം ഉച്ച കഴിഞ്ഞ വളരെ കാര്യമായ ചോദ്യം ചെയ്യലും രേഖകൾ ആവശ്യപ്പെടലും ഒക്കെ ഉണ്ടായി. അതിനുശേഷം മാനസികമായി കടുത്ത സമ്മർദ്ദമുണ്ടായ റോയ് മുറിക്കുള്ളിലേക്ക് രേഖകൾ എടുത്തു തരാമെന്ന് അകത്തേക്ക് പോകുന്നു. കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് വെടിയുതിർക്കുന്നു. അങ്ങനെ റോയ് മരിച്ചു എന്നാണ് സഹോദരൻ പറയുന്നത്. കേരളത്തിൽ നിന്നുള്ള IT ഉദ്യോഗസ്ഥരുടെ സംഘമാണ് അവിടെ എത്തിയത് എന്ന വിവരവുമുണ്ട്. ഇതിന്റെ ഒരു ചരിത്രം ഇങ്ങനെയാണ് സ്മൃതി. ഡിസംബറിലാണ് രാജ്യവ്യാപകമായി വിവിധ ബിൽഡർമാരുടെ ഓഫീസുകളിലും മറ്റും IT വകുപ്പിന്റെ റെയ്ഡ് നടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിലും റെയ്ഡ് നടന്നത്. അതിനുശേഷം കോൺഫിഡൻസ് ഗ്രൂപ്പ് IT ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട രേഖകളെല്ലാം കൊടുത്തു വരികയായിരുന്നു. അന്ന് റെയ്ഡ് നടക്കുമ്പോൾ റോയ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല, ദുബായ് ആയിരുന്നു. അവിടുന്ന് ഇവിടെ എത്തുന്നു, പരിശോധനയോട് പൂർണ്ണമായും സഹകരിക്കുന്നു.